നമസ്കാരം. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ തുടരുന്നതിനിടെ നാവികസേനാ മേധാവിയുടെ ഏറ്റവും നിർണായകമായ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഞങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠിയാണ് ഏറ്റവും നിർണായകമായ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു പ്രസ്താവന. കഴിഞ്ഞ മണിക്കൂറിൽ ഡൽഹിയിലായിരുന്നു ദിനേശ് കെ ത്രിപാഠിയുടെ ഏറ്റവും നിർണായകമായ ഒരു മറുപടി. പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യ സുസജ്ജമായിരിക്കുന്നു. കരമാർഗവും ആകാശമാർഗവും കടൽ മാർഗവും ഏത് സമയത്തും പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യക്ക് കഴിയും. ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഇന്ത്യ പൂർണ്ണമായും അവസാനിപ്പിച്ച ഒരു ആക്രമണ പദ്ധതിയല്ല. താൽക്കാലികമായി ഇന്ത്യ ഒരു തടയിടുകയാണ് ചെയ്തിരിക്കുന്നത്. താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏത് സമയം വേണമെങ്കിലും പാകിസ്ഥാനെതിരെ ഒരു ആക്രമണത്തിന് ഇന്ത്യ തയ്യാറാകും. ഇന്ത്യക്കെതിരെ ഏതെങ്കിലും പ്രകോപനം പാകിസ്ഥാൻ ഉണ്ടാക്കിയാൽ പാകിസ്ഥാനെ തകർക്കുമെന്ന് ഇന്ത്യയുടെ നാവികസേനാ മേധാവി തന്നെ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തികളിൽ ലോഞ്ച് പാഡുകൾ നിർമ്മിക്കുകയും നിരവധി ഭീകരന്മാരെ ഇന്ത്യൻ അതിർത്തിക്കപ്പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു പാകിസ്ഥാൻ എന്നുള്ള വിവരം ഇന്ത്യയുടെ BSF കണ്ടെത്തിയിരുന്നു. ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരുന്നു. അതിർത്തി കടത്തി ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയക്കുക, മഞ്ഞിന്റെ മറവിൽ ഭീകരവാദം ഇന്ത്യയിലേക്ക് വളർത്തുക, ഇതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ നടത്തിയത്. പാകിസ്ഥാന്റെ അതിർത്തികളിൽ ഇന്ത്യയുടെ ജാഗ്രത കൂടുതൽ ശക്തമായപ്പോൾ ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയക്കാനുള്ള നുഴഞ്ഞു കയറ്റാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാൻ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നിരുന്നു. എന്തായാലും പാകിസ്ഥാൻ അതിർത്തികളിൽ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇതിനി അനുവദിക്കാനാകില്ല. ഇനിയും അത്തരം ശ്രമങ്ങൾ ഉണ്ടായാൽ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ആരംഭിക്കുമെന്ന് ഇന്ത്യയുടെ വമ്പൻ മുന്നറിയിപ്പ്. ഇന്ത്യ ഏറ്റവും നിർണായകമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പാകിസ്ഥാന്. ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി പറഞ്ഞതിന് പിന്നാലെ ഇന്ത്യയുടെ നാവികസേന മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നു, പാകിസ്ഥാനെതിരെ ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, നിർത്തിയിടത്ത് നിന്ന് ഞങ്ങൾ ഇനിയും ആരംഭിക്കും എന്ന്.